Hello everyone, welcome to Learnino. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റ സർക്യൂട്ട്സിലെ നമ്പർ റെപ്രസെൻറ്റേഷൻ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. MCQ ക്വസ്റ്റ്യൻസ് 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ടൈപ്പിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം. Question number 1. 432 of base 4 is equal to x of base 7. Find the value of x. Option A 141, option B 242, option 3 143, ഓപ്ഷൻ ഡി 144. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ബേസ് ടു ബേസ് കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 ബേസിൽ നിന്നും ബേസ് 4ൽ നിന്നും ബേസ് 7ലോട്ടൊരു കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബേസ് 4ൽ നിന്നും ഇതിനെ കൺവേർട്ട് ചെയ്ത് ബേസ് 10ലോട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ആയിരിക്കും പിന്നെ 7ലോട്ട് കൺവേർഷൻ ചെയ്യുക. സോ ഈ 432 ഓഫ് ബേസ് 4 എന്ന് പറയുന്നതിനെ നമ്മൾ 10ലോട്ട് കൺവേർട്ട് ചെയ്യാണ്. 10ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പൊസിഷൻ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. സോ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 4 × 4⁻² പ്ലസ് 3 × 4⁻1 പ്ലസ് 2 × 4⁻0 എന്ന് പറയുമ്പോഴത്തേക്ക് 4 × 16 പ്ലസ് 12 പ്ലസ് 2. സോ ഇത് 64 വരും, ഇത് 12 വരും, 2 വരും. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 78 എന്ന് കിട്ടും. സോ 432 ഓഫ് ബേസ് 4 എന്ന് പറയുന്നത് ഈക്വൽ ടു 78 ഓഫ് ബേസ് 10 ആണ്. സോ ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ബേസ് 7ലോട്ട് പോകുന്നത്. അപ്പം ഡെസിമൽ ടു ഇനി ബേസ് 7ലോട്ട് നമ്മൾ കൺവേർഷനിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 7ലോട്ടാണ് ബേസ് 7 ബേസ് ആയിട്ടാണ് മാറേണ്ടത്. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 11 റിമൈൻഡർ 1 വരും. ദെൻ അഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക് 1 ദെൻ റിമൈൻഡർ 4 വരും. സോ ഇത് 141 ഓഫ് ബേസ് 7 എന്ന് വരും. സോ 432 ഓഫ് ബേസ് 4 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 78 ഓഫ് ബേസ് 10 ആണ്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 141 ഓഫ് ബേസ് 7. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 2. Root of 144 of base r is equal to 12 of base r. Find the possible values of r. R-ന്റെ പോസിബിൾ വാല്യൂസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മളിവിടെ നമ്പർ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ വെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 1 × base r, r⁻²2 plus 4 × r⁻1 plus 4 × r⁻0, which is equal to 1 × r⁻1 plus 2 × r⁻0. സോ ഇവിടെ ഇത് r² പ്ലസ് 4r പ്ലസ് 4 എന്ന് വരും. ഇവിടെ ഇത് r പ്ലസ് 2 എന്നും വരും. സോ ഇതെന്ന് പറയുന്നത് r പ്ലസ് 2 the whole square ഈക്വൽ ആണ്. ഇവിടെ ഇത് r പ്ലസ് 2. സോ റൂട്ടിനുള്ളിൽ എടുക്കുമ്പോൾ ഇത് r പ്ലസ് 2 ഈക്വൽ ടു r പ്ലസ് 2 എന്നാണ് നമുക്കിപ്പോൾ RHS ഈക്വൽ ടു LHS എന്ന് കിട്ടി. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഏത് വാല്യൂ കൊടുത്താലും നമുക്ക്
ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അതായത് 8 എടുത്താലും 9 എടുത്താലും 10 എടുത്താലും ഒക്കെ ഇത് കറക്റ്റ് ആയിട്ട് വരും. കാരണം RHS ഈക്വൽ ടു LHS ആണ്. സോ നമ്മൾ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. സോ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു 144 ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ഈ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായാലും 4-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4. കാരണം എന്നാലല്ലേ ആ ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് ആ ഒരു 4 എന്നുള്ള വാല്യൂ ഇൻക്ലൂഡ് ആയിട്ട് വരത്തുള്ളൂ. ഏതൊരു നമ്പർ സിസ്റ്റം എടുത്താലും അത് 0 മുതൽ 1 2 അങ്ങനെ പോയിട്ട് ബേസ് -1 വരെയാണ് ഓരോ നമ്പർ സിസ്റ്റം ഇൻക്ലൂഡ് ആയിട്ട് വരിക. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ബേസ് 6 ആയതുകൊണ്ട് തന്നെ 6 എന്ന് പറഞ്ഞാൽ 4-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. സോ നമുക്ക് 6-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം കിട്ടേണ്ടത്. സോ ഇവിടെ വരുന്ന എല്ലാ വാല്യൂസും പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്ഷൻ ഡി, എന്നാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഏത് വാല്യൂ 8 അല്ല 7 ആയാലും 6 ആയാലും 9 ആയാലും ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ബിക്കോസ് അവർ കണ്ടീഷൻ ഈസ് ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4. Question number 3. The base of the number system for the addition operation 24 plus 14 is equal to 41 to be true to option A 8, option B 7, option C 6 and option D 5. So, ഏതോ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു അഡീഷണൽ ഓപ്പറേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 8, 7, 6, 5 ആണ്. സോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ല, ബേസ് 10 വരുന്നതല്ല എന്ന്. സോ നമുക്ക് ഇവിടുത്തെ ബേസ് സപ്പോസ് ബേസിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. സോ എക്സ് ആണ് ഇവിടുത്തെ ബേസ് എന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് അത് പൊസിഷണൽ വെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ അപ്പം ബേസ് എക്സ് എടുക്കുകയാണെങ്കിൽ എന്തെന്ന് വരും, 24 ഓഫ് ബേസ് എക്സ് പ്ലസ് 14 of base x is equal to 41 of base x. So ഇത് എഴുതുമ്പോഴത്തേക്ക് 2 into x raised to 1 plus 4 into x raised to 0 plus 1 into x raised to 1 plus 4 into x raised to 0 equal to 4 into x raised to 1 plus 1 into x raised to 0. So നമ്മൾ എഴുതുമ്പോഴത്തേക്ക് 2x plus 4 plus x plus 4 is equal to 4x plus 1 എന്ന് വരും. സോ ഇവിടെ 4ഉം 4ഉം 8 ആണ്. ഇവിടുന്ന് ഒരു 1 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 7 വരും. ദെൻ 4x, ഇവിടെ 2xും xും 3x, 4x minus 3x x. സോ എക്സ് നമുക്ക് 7 എന്നാണ് കിട്ടിയ, ബേസ് എന്ന് പറഞ്ഞാൽ 7 എന്ന് കിട്ടി, ഓപ്ഷൻ ബി. Question number 4. Given 135 of base x plus 144 of base x is equal to 323 of base x. What is the value of base x? So ഇവിടെ നമുക്ക് ബേസ് കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ 135, 144, 323. സോ ബേസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. ഇതിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ സിയോ ഓപ്ഷൻ ഡിയോ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ നമുക്ക് പൊസിഷണൽ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എന്ത് വരും, 1 into x raised to 2 plus 3 into x
plus 5 plus 1 into x raised to 2 plus 4 into x plus 4 is equal to 3 into x raised to 0 plus 2 into x raised to 1 plus 3 into x square. ചെയ്യുമ്പോൾ x square 2x square ഇത് ഇപ്പോൾ x square 3x 4x 7x ഇവിടെ വരുമ്പോഴത്തേക്ക് 7x പ്ലസ് മൈനസ് 7x പ്ലസ് 2x മൈനസ് 5x then 5 4 9 ഉണ്ട് then ഇവിടെ ഒരു 3 ഉണ്ട് സോ അത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 6 0. സോ ഇതിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെച്ചാൽ എക്സ് മൈനസ് 5 x minus 6 plus 1 is equal to 0. So x in the value നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് x is equal to 6 എന്ന് x is equal to minus 1 എന്നാണ്. സോ മൈനസ് 1 ഒരിക്കലും വരില്ല കാരണം നമുക്ക് ബേസ് ആവണമെങ്കിൽ always r greater than or equal to 2. ബേസ് എപ്പോഴും ഏറ്റവും മിനിമം വാല്യൂ ബേസിന് വെച്ചാൽ 2 ആയിരിക്കും. അത് ബേസ് ആവാനൊരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തന്നെ ഗ്രേറ്റർ ദാൻ ഈക്വൽ 2 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 6 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട്. Question number 5. Find the base of the number system 312 divided by 20 is equal to 13.1. Option A 5, option B 4, option C 3, option D 2. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യനും സെയിം പാറ്റേണും തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ ഡെസിമൽ പോയിന്റ് വന്നിട്ടുള്ളതുകൊണ്ടും ഡിവിഷൻ പോലെ വന്നിട്ടുള്ളത് കൊണ്ടും ഒരു പ്രത്യേക ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് അറിഞ്ഞിടാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബേസ് എക്സ് ആയിട്ട് എടുക്കാം. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പൊസിഷണൽ വെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3x² പ്ലസ് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2x is equal to x plus 3. പോയിന്റ് കഴിഞ്ഞ് വരുന്നത് x raised to minus 1 into 1 എന്നാണ് വരുന്നത്. സോ നമുക്ക് തന്നെ പ്ലസ് 1/x എന്ന് എഴുതാം. സോ ഈ പോർഷനിൽ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് x² പ്ലസ് 3x plus 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാം. സോ ഇവിടുത്തെ ഈ എക്സും ഈ എക്സ് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് വരുന്നത് 3x² പ്ലസ് എക്സ് പ്ലസ് 2 is equal to 2x² plus 6x plus 2 എന്ന് വരും. ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ 3x² ഉണ്ട്, ഇവിടെ 2x² ഉണ്ട്. സോ x² വരും. ദെൻ ഇവിടെ പ്ലസ് എക്സും ഇവിടെ പ്ലസ് 6x ഉണ്ട്. സോ അതൊരു മൈനസ് 5x എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 5 എന്ന് വരും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. So question number 6. Consider the equation 43 of base x is equal to y3 of base 8 where x and y are unknown. Find the number of possible solutions. Option A 4, option B 5, option C 6, option D 7. So നമുക്കിവിടെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഓഫ് ബേസ് എക്സ് ആൻഡ് ബേസ് 8.
ആൻഡ് ഇവർ ഇക്വേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇതിൽ എക്സും വൈയും ഒന്നിൻ്റെ ബേസും ഒരു നമ്പർ സിസ്റ്റത്തിലെ നമ്പറും അൺനോൺ ആണ്. സോ നമുക്ക് ഇത് ഈക്വലൈസ് ചെയ്യുന്ന നമ്പർ ഓഫ് പോസിബിൾ സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പൊസിഷണൽ വെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 3 × x⁻0 പ്ലസ് 4 × x⁻1 is equal to y × a⁻1 plus 3 × a⁻0. So it becomes 3 plus 4x plus 3 is equal to 8y plus 3, which is equal to 4x is equal to 8y and x is equal to 2y. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ നമ്പർ 4 ആണ്. സോ എക്സ് എന്ന് പറഞ്ഞ ബേസ് 4-നേക്കാൾ വലിയൊരു നമ്പർ ആയിരിക്കണം. സോ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ 8 എന്ന് പറഞ്ഞ ബേസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ അത് ഏതായാലും 0 മുതൽ 7 വരെയുള്ള ഏതോ ഒരു നമ്പർ ആയിരിക്കും, കാരണം ബേസ് 8 ആയതുകൊണ്ട്. സോ y ഷുഡ് ബി ലെസ് ദാൻ 8. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എക്സിനും വൈക്കും ഏതൊക്കെ വാല്യൂസ് വരാമെന്ന് നോക്കാം. എക്സ് കോമ വൈ. സോ എക്സിന് വരാൻ പറ്റുന്ന ഏറ്റവും ലോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ എക്സ് 6 ആണ്. സോ 6 കൊടുക്കുമ്പോഴത്തേക്ക് വൈക്ക് കിട്ടുന്ന വാല്യൂ 3 ആണ്. ദെൻ പിന്നെ വരാൻ ചാൻസ് ഉള്ള നമ്പറാണ് 8. 8 കൊടുക്കുമ്പോൾ y 4 ആവും. ദെൻ 10 കൊടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ 5 ആകും. ദെൻ 12 കൊടുക്കുമ്പോൾ y 6 കിട്ടും. ദെൻ 14 കൊടുക്കുമ്പോൾ നമുക്ക് 7 കിട്ടും. ദെൻ 16 കൊടുക്കുമ്പോൾ 8 ആണ് വരുന്നത്. ബട്ട് ആക്ച്വലി നമുക്ക് കിട്ടേണ്ട y എന്ന് വെച്ചാൽ ലെസ് ദാൻ 8 ആയിരിക്കണം. സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ എടുക്കാൻ പറ്റില്ല. സോ നമുക്കിപ്പോൾ എത്ര പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ട്? 1 2 3 4 5. ഇതിലേത് വേണമെങ്കിലും ആകാം. സോ 5 പോസിബിൾ സൊല്യൂഷൻസ് ആണ് ഉള്ളത്. സോ ഓപ്ഷൻ ബി 5. Question number 7. 73 of base x is equal to 54 of base y. Find the possible values of x and y. Option A 8,16, option B 10,12, option C 9,13 and option D 8,11. So ഇവിടെ രണ്ട് ബേസിലുള്ള നമ്പേഴ്സ് നമ്മൾ ഈക്വലൈസ് ചെയ്തിരിക്കുകയാണ്. എക്സ് ബേസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ ബേസ് എക്സും വൈയും ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ നമ്മളവയെ ഈക്വലൈസ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് എക്സ് ബേസ് ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 × x⁻0 plus 7 × x⁻1 and which is equal to 5 × y⁻1 plus 4 × y⁻0. So ഇത് നമുക്ക് 7x plus 3 equal to 5y plus 4 എന്ന് വരും. സോ ഇവിടെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 7x minus 4y is equal to 1. ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. സോ ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ ഇതിനകത്ത് വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിനകത്ത് വരുന്ന എല്ലാ നമ്പേഴ്സും എക്സിനേക്കാളും ചെറുതായിരിക്കണം. സോ നമുക്കിപ്പം ഇതിൽ തന്നിരിക്കുന്നതിൽ വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 7. അതുപോലെ തന്നെ ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഇതിലിപ്പോൾ തന്നിട്ടുള്ളതിൽ ഗ്രേറ്റർ വാല്യൂ 5 ആണ്. അപ്പോൾ നമുക്ക് അവിടെയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം y എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5. സോ നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷൻസും ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം.
സോ ഫസ്റ്റ് ഓപ്ഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു 8 എന്നാണ് തന്നിരിക്കുന്നത്. അത് നമ്മളിവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 56 മൈനസ് 5y ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. 5y ഇസ് ഈക്വൽ ടു 55 ആൻഡ് y ഇസ് ഈക്വൽ ടു 11 എന്ന് വരും. ഓപ്ഷൻ എയിൽ 11 അല്ല വന്നിട്ടുള്ളത്, സോ ഇത് തെറ്റാണ്. എന്നാൽ ഓപ്ഷൻ ഡിയിലുണ്ട് 8,11 എന്നൊരു ഓപ്ഷൻ, സോ ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി 10ഉം 9ഉം വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, പക്ഷെ അത് റോങ് ആൻസർ ആണ്. ഒരിക്കലും y 12 13 നമുക്ക് കിട്ടില്ല. Question number 8. 1111 in sign magnitude, 1000 in 1's complement, 1001 in 2's complement is equivalent to which number in the option? So നമുക്ക് ഒരു നമ്പറിന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ 1's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുള്ളത്. ഇത് ഏത് നമ്പറാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ +15, ഓപ്ഷൻ ബി +7, ഓപ്ഷൻ സി -15, ഓപ്ഷൻ ഡി -7. സോ നമുക്കറിയാം ഒരു ബൈനറി നമ്പറിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം, സൈൻഡ് ആയിട്ടും അൺസൈൻഡ് ആയിട്ടും. അൺസൈൻഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ബൈനറി നമ്പർ നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 6 എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്, 6 0 1 1 0. ഇതുപോലെ തന്നെ ആയിരിക്കും അൺസൈൻഡിൽ എഴുതുന്നത്. ദെൻ സൈൻഡിൽ വരുമ്പോൾ നമുക്കവിടെ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. നമുക്ക് സൈൻഡ് റെപ്രസെൻറ്റേഷൻ 3 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ 1's കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ് ആയിട്ട് എഴുതാം. സോ +6ന്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലസ്സിൽ ഇതെല്ലാം സെയിം ആയിരിക്കും. അതായത് പ്ലസ്സിനെ സൂചിപ്പിക്കാൻ 0 1 1 0, 0 1 1 0, 0 1 1 0 തന്നെ ആയിരിക്കും. 1's കോംപ്ലിമെന്റ് ആയാലും 2's കോംപ്ലിമെന്റ് ആയാലും സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ആയാലും പ്ലസ്സിൽ സെയിം ആയിരിക്കും. മൈനസ് വരുമ്പോഴത്തേക്കാണ് വ്യത്യാസം വരുന്നത്. മൈനസ് വരുമ്പോൾ നമ്മൾ നെഗറ്റീവിനെ സൂചിപ്പിക്കാൻ ഫസ്റ്റ് 1, ദെൻ സൈൻ മാഗ്നിറ്റ്യൂഡ് 1 1 0. 1's കോംപ്ലിമെന്റിൽ നെഗറ്റീവിനെ സൂചിപ്പിക്കാൻ 1, ദെൻ ഇതിൻ്റെ ഫസ്റ്റ് കോംപ്ലിമെന്റ് 1 0 0. ദെൻ 2's കോംപ്ലിമെന്റ് ആകുമ്പോൾ നെഗറ്റീവ് സൂചിപ്പിക്കാൻ 1, ഇതിൻ്റെ സെക്കൻഡ് 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 1 0 ആയിരിക്കും. സോ ഒരേ നമ്പറിൻ്റെ നെഗറ്റീവ് നമ്പറിനെ സൂചിപ്പിക്കാനായിട്ടാണ് 3 ഡിഫറെൻറ്റ് പോലെ വന്നത്. അതായത് സൈഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ 1'സിലും 2'സിലും 3 ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ വന്നത്. +6 ആയിരുന്നുവെങ്കിൽ ഒരേപോലെ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ഈ ഒരു രീതിയിലും നമുക്ക് മനസ്സിലാക്കാം ഇതൊരു മൈനസ് വാല്യൂ ആണെന്ന്. അല്ലെങ്കിലും ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ബിറ്റ് കാണുമ്പോൾ തന്നെ 2's കോംപ്ലിമെൻറ്റിൻ്റെയൊക്കെ ഫസ്റ്റ് ബിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണെന്ന്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും റിമൂവ് ചെയ്യാണ്. ദെൻ വരുന്നത് ഓപ്ഷൻ സി ആൻഡ് ഡി. സിംപ്ലി നമുക്ക് ഇപ്പോൾ 1001 സൈൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ തന്നെ 1 1 1 1 എഴുതുമ്പോൾ 1 ഫോർ നെഗറ്റീവ് ആൻഡ് ദീസ് ഫോർ 7 ബൈനറി വാല്യൂ. ഇല്ല ഇനി 1's കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ കൂടിയും 1's കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് സെയിം നമ്പർ തിരിച്ചു കിട്ടും. സോ 1 വന്നിട്ടുള്ള 1 0 0 0 വന്നിട്ടുള്ളത് 1 നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ 1's കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും -7. ദെൻ 2's കോംപ്ലിമെന്റ് എടുത്താൽ സെയിം നമ്പർ തിരിച്ചു കിട്ടും. ഇത് 1 0 0 1 എന്നാണ് ഉള്ളത്. സോ ഇത് 1 ഫോർ നെഗറ്റീവ്. ദെൻ അഗൈൻ ഇതിൻ്റെ 2's കോംപ്ലിമെന്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും കിട്ടുന്നത് -7 തന്നെയാണ്. സോ ഓപ്ഷൻ ഡി -7 ആണ് ശരിയായ ഉത്തരം. Question number 9. Assuming all numbers are in 2's complement representation, which of the following number is divisible by 1 1 1 1 1 0 1 1? Option A 1 1 1 0 0 1 0 0. Option B 1 1 0 1 0 1 1 1. Option C 1 1 0 1 1 0 1 1. Option D 1 1 1 0 0 1 1 1.
സോ ഈ തന്നിരിക്കുന്ന എല്ലാം ടൂസ് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിലാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ ഓപ്ഷൻസിൽ ഏത് നമ്പറിനെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് പൂർണ്ണമായും ഡിവിസിബിൾ ചെയ്യാൻ സാധിക്കും എന്നാണ്, ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡെസിമൽ വാല്യൂസ് കണ്ടുപിടിക്കാം ഫസ്റ്റ്. സോ ഡെസിമൽ ടൂസ് കോംപ്ലിമെൻറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാൻ വീണ്ടും അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എടുത്താൽ മതി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് എനി നമ്പർ, ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ നമ്പർ എൻ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എൻ എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഏതാണോ n അത് നമുക്ക് കിട്ടും. സോ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ടൂസ് കോംപ്ലിമെൻ്റ് ആണ്. സോ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് നമുക്ക് എടുത്തു നോക്കാം. സോ ഫസ്റ്റ് ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ടൂസ് കോംപ്ലിമെൻ്റ് കാണാനുള്ള ഈസി ട്രിക്ക് എന്ന് പറയുമ്പോൾ LSB നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് 1 വരുന്നിടത്ത് നിന്ന് ഫസ്റ്റ് 1 അതുപോലെ എഴുതുക. അത് കഴിഞ്ഞ് വരുന്നവയെ ഇൻവേർട്ട് ചെയ്യുക. സോ 0 1 0 0 0 0 0. സോ ഇതെന്ന് പറഞ്ഞാൽ 5 ആണ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് നമ്പറാണ്, -5. ഈ തന്നിരിക്കുന്ന ഇതെല്ലാം നെഗറ്റീവ് നമ്പറാണ്. ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സാണ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എയുടെ ഡെസിമൽ എടുത്ത് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് വരുന്നത് 0 0 1 1 1 0 0 ആണ് വരുന്നത്. അതായത് 0 0 1 1 1 0 0. എന്ന് പറയുമ്പോൾ 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 16 plus 8 plus 4. ഇത് വരുന്നത് 28. Then option B എന്ന് പറഞ്ഞത് 1 0 1 0 1 1 1 ആണ്. സോ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് 1 0 0 1 0 1 0 എന്ന് പറയും. അപ്പോൾ ഇത് 2 raised to 0 1 2 2 raised to 3 4 5 2 raised to 5 32 plus 8 plus 1 equal to 41. Then അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് -28, ഇത് നമുക്ക് കിട്ടിയ -41. ആൻഡ് തേർഡ് വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ 1 0 1 0 0 1 0, 2 raised to 0 1 2 raised to 2 3 4 5 32 plus 4 plus 1 37. സോ ഇത് -37 ആണ് വന്നിട്ടുള്ളത്. ദെൻ ഫൈനൽ വൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ 1 0 0 1 1 0 0. ഇത് 2 raised to 0 1 2 3 4. അപ്പോൾ 16 plus 8 plus 1 25. സോ ഇത് വരുന്നത് -25. സോ ഇതിൽ നിന്ന് ഓപ്ഷൻ നിന്ന് മനസ്സിലാവും നമുക്ക് തന്നിരിക്കുന്നത് -5 ആണ്. ഓപ്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് -28 -41 -37 -25. So of course we can see that
ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഡിവിസിബിൾ ബൈ -5 എന്ന് പറയുന്നത്. Question number 10. In 2's complement representation, 11001, 1001 and 11101 correspond to which of the following set of numbers? 25, 9, 57, -6, -6, -6. Option C, -7, -7, -7. Option D, -25, -9 and -57. So, നമുക്ക് 2's complement representation of 3 numbers ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഏത് നമ്പർ ആണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ 2's complement representationൽ തന്നെ ഫസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈനിനെ ആയിരിക്കും. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ എന്ന് നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം ഓപ്ഷൻ എ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഓപ്ഷൻ ബിയോ സിയോ ഡിയോ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഫസ്റ്റ് ഓക്കെ, ഒരു 2's complement representation തന്നിരിക്കുന്നത്. സോ ഒരു നമ്പറിൻ്റെ 2's complement നമുക്കിവിടെ ഉണ്ട്. 2's complement ഓഫ് നമ്പർ n. ദെൻ ഇതിൻ്റെ 2's complement എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഡെസിമൽ നമ്പർ n തിരിച്ച് കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് 11001 എന്ന് പറയുന്നത് 2's complement ആണ്. ദെൻ ഇതിൻ്റെ 2's complement എടുക്കുക. 11001ൻ്റെ 2's complement എന്ന് പറയുന്നത് 11100 ആയിരിക്കും. അതായത് 2's complement എടുക്കാനായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് നമ്മുടെ 1 വരുന്നത് വരെ, ഫസ്റ്റ് 1 വരുന്നത് വരെ അതുപോലെ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ 1 വരുന്നത് വരെ അതുപോലെ എഴുതിയിട്ട് പിന്നെ അതിന് ശേഷം വരുന്നവരെ ഇൻവേർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു നമ്പർ നമ്മൾ എടുക്കുവാണ് 1100 1100. സോ നമ്മൾ LSB പോർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. LSB പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് MSBയിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് 1 വരുന്നത് വരെ അതുപോലെ എടുക്കുക. അതായത് ഇവിടെ ഫസ്റ്റ് 1 വന്നു കഴിഞ്ഞു. സോ 0 0 1. ഇനി റിമൈനിങ് പോർഷൻ നമ്മൾ ഇൻവേർട്ട് ചെയ്തെടുക്കുക. അത് 1 0 ആവും, 0 1 ആവും, അഗെയിൻ. ഇതായിരിക്കും ഇതിന് 2's complement. ഇത് 2's complement കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ട്രിക്കാണ്. അല്ലാതെയും നമുക്ക് ചെയ്യാം. 1's complement എടുത്തിട്ട് 1 ആഡ് ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ഈ 11001ൻ്റെ 2's complement എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 11100. ആക്ച്വലി ഈ നമ്പറിൻ്റെ 2's complement ആണ് 11001 എന്ന് പറയുന്നത്. അതായത് ഇത് ഏതാണ്? ഇത് നമ്പർ 7 ആണ്. ദെൻ സെക്കൻഡ് 1001. ഇതിൻ്റെ 2's complement എടുക്കുമ്പോഴോ ഫസ്റ്റ് 1 ഇവിടെ വന്നു കഴിഞ്ഞു. ദെൻ റിമൈനിങ് ഇൻവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 110. സോ അതും നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ആണ്. ദെൻ തേർഡ് 111001. ഫസ്റ്റ് 1 എടുക്കുക, ദെൻ റിമൈനിങ് ഇൻവേർട്ട് ചെയ്യുക 11000. സോ അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ആണ്. സോ നമുക്ക് 3ഉം 7 ആണ് കിട്ടിയിരിക്കുന്നത്. 3 നെഗറ്റീവ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്, -7 -7 -7 റെസ്പെക്റ്റീവ്ലി. Question number 11. A float type variable x is assigned the decimal value of -14.25. The representation of x in hexadecimal notation is option A C1640000, option B 416C0000, option C 41640000, option D C16C0000. So നമുക്കിപ്പോൾ ഒരു ഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട് -14.25. ഇതിൻ്റെ ഹെക്സഗണൽ നൊട്ടേഷനാണ് നമുക്ക് വേണ്ടത്. എക്സ് ഇതൊരു ഫ്ലോട്ട് ടൈപ്പ് വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ഫ്ലോട്ട് ടൈപ്പ് സിംഗിൾ പൊസിഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ജനറൽ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് 1 ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ബിറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് 1 ബിറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ വരുന്ന 8 ബിറ്റ്സ് എന്ന് വെച്ചാൽ ബയാസ്ഡ് എക്സ്പെൻഡിനെ ഡിനോട്ട് ചെയ്യാനായിട്ടായിരിക്കും പിന്നെ വരുന്ന 8 ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം വന്ന റിമൈനിങ് 23 ബിറ്റ്സ് ആണ് നമ്മൾ മാൻഡസ് അഥവാ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഡെസിമൽ വാല്യൂസിനെ നമ്മൾ ഫസ്റ്റ്
ബൈനറി വാല്യൂട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റുക. അപ്പോഴത്തേക്കായിരിക്കും നമുക്കൊരു ഫ്ലോട്ട് ടൈപ്പ് വേരിയബിൾ ആയിട്ട് എക്സ് കിട്ടുന്നത്. ദെൻ അത് നമുക്ക് ഹെക്സാഡെസിമൽ ആക്കി മാറ്റാം. ദെൻ 14.25ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 1110 ആണ്. 1110 ആണ്. ദെൻ 0.25ൻ്റെ ബൈനറി എന്ന് വെച്ചാൽ 01 ആണ്. ഓക്കെ, അപ്പോൾ എത്രയായി? ഇനി നമുക്ക് ഇതൊരു ഫ്ലോട്ട് ടൈപ്പായിട്ട് മാറ്റാനായിട്ട് ഫസ്റ്റ് 1 ബിറ്റ് എന്ന് വെച്ചാൽ സൈനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സൈനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മുടെ സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. സോ 0 ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 0യും, നെഗറ്റീവ് ആണെങ്കിൽ 1ഉം കൊണ്ടാണ് നമ്മൾ സൈൻ ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൈൻ ബിറ്റ് എന്ന് വെച്ചാൽ 1 ആയിരിക്കും. ദെൻ ഇനി നമുക്ക് വേണ്ടത് ബയാസ്ഡ് എക്സ്പൊണൻ്റ് ആണ്. ബയാസ്ഡ് എക്സ്പൊണൻ്റ് എങ്ങനെ കിട്ടുന്നുണ്ടാൽ ബയാസ്ഡ് എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ എക്സ്പൊണൻ്റ് പ്ലസ് ബയാസ്ഡ് വാല്യൂ ആയിരിക്കും ബയാസ്ഡ് എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ. സോ ഒരു സിംഗിൾ പ്രിസിഷൻ IEEE ഫോർമാറ്റിൻ്റെ ബയാസ്ഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 127 ആയിരിക്കും. ദെൻ ഇനി ആക്ച്വൽ എക്സ്പൊണൻ്റ് വേണം. ആക്ച്വൽ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്ലിസിറ്റ് നോർമലൈസേഷനിൽ എപ്പോഴും 1 something എന്നൊരു ഫോർമാറ്റിലാണ് ഇത് എഴുതുന്നത്. സോ ആ ഒരു ഫോർമാറ്റിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 1.11001 എന്നായിരിക്കും വരുന്നത്. സോ ഇവിടെ ഇപ്പോൾ എത്ര പോയിന്റ് മാറി? 1 2 3 പോയിന്റ് മാറിയപ്പോഴത്തേക്കാണ് നമുക്ക് 1 something എന്നൊരു ഫോർമുലയിലോട്ട് വന്നിട്ടുള്ളത്. സോ ഈ 3 ആണ് നമ്മുടെ ആക്ച്വൽ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ. സോ നമ്മുടെ ബയാസ്ഡ് എക്സ്പൊണൻ്റിൽ ആക്ച്വൽ എക്സ്പൊണൻ്റ് പ്ലസ് ബയാസ്ഡ് വാല്യൂ ആണ് ബയാസ്ഡ് എക്സ്പൊണൻ്റ്. ഇതിൽ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ 3 എന്നും ബയാസ്ഡ് വാല്യൂ 127 എന്നും വന്നു. സോ ബയാസ്ഡ് എക്സ്പൊണൻ്റ് എത്രയായിരിക്കും? 127 + 3 130 ആയിരിക്കും. സോ ബയാസ്ഡ് എക്സ്പൊണൻ്റ് നമുക്ക് 130 എഴുതാം. 130 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 1 0 0 0 0 0 1 0 ഇതായിരിക്കും 130യുടെ ഡെസിമൽ വാല്യൂ എഴുതിയിരിക്കുന്നത്. 130യുടെ ബൈനറി വാല്യൂ എഴുതിയിരിക്കുന്നത്. 130 എന്ന ഡെസിമൽ വാല്യൂവിനെ നമ്മൾ ബൈനറി ആക്കി എഴുതിക്കുന്നതാണ് 10000010. സോ സൈൻ ബിറ്റായി, ബയാസ്ഡ് എക്സ്പൊണൻ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് മാൻഡിസ പോർഷനാണ്. മാൻഡിസ പോർഷൻ എന്ന് വെച്ചാൽ ഈ ഡെസിമൽ വാല്യൂവിന് ശേഷമുള്ള പോർഷനാണ് നമ്മൾ മാൻഡിസ ആയിട്ട് എടുക്കുന്നത്. ഡെസിമൽ വാല്യൂവിന് ശേഷമുള്ളത്. സോ ഡെസിമൽ വാല്യൂവിന് ശേഷം ഇവിടെ വന്നിട്ടുള്ളത് 11001. ഓക്കെ, നമുക്ക് 23 ബിറ്റ്സ് വേണം. സോ ഇവിടെ നമുക്കിപ്പോൾ 5 ബിറ്റ്സേ ഉള്ളൂ. സോ നമ്മൾ റിമൈനിങ് സീറോസ് കൊണ്ട് ഫില്ല് ചെയ്യാണ്. ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ സീറോസ് ആഡ് ചെയ്യുന്നതിന് വാല്യൂസിനൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല. സോ 1 2 3 2 3 4 16 0 18 19 20 ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 18 സീറോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി 5 ബിറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. സോ ടോട്ടൽ 23 ബിറ്റ്സ് ആയിട്ടുണ്ട്. സോ ഇതിനെ നമുക്കിനി ഹെക്സഗൺ നൊട്ടേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓക്കെ, ഇനി ഹെക്സഗണിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 1100 എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ C. ദെൻ 0001 എന്ന് പറയുന്നത് 1. ദെൻ 0110 എന്ന് പറയുന്നത് 6. ദെൻ 0100 എന്ന് പറയുന്നത് 4. ദെൻ ഇത് 0000.
ഈ 4 ബിറ്റ്സ് ഒരു 0, ഇത് ഒരു 0, ഇത് നെക്സ്റ്റ് വൺ, ദിസ് ഇസ് ദ ഫൈനൽ വൺ. സോ നമുക്ക് ഇതൊരു ഫ്ലോട്ട് ടൈപ്പ് വേരിയബിളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഹെക്സഗണിലോട്ട് മാറ്റിയപ്പോൾ കിട്ടിയത് C1640000 എന്നാണ്, അതായത് ഓപ്ഷൻ എ. So question number 12. What is the decimal value of the floating point number C1D0000? Hexagon notation ആണ്. Assume 32-bit single precision floating point IEEE representation. Option A 28, option B -15, option C -26, option D -28. So നമുക്കിവിടെ തന്നിരിക്കുന്നത് C1D 0000 എന്നാണ്. ദെൻ ഇതിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ബൈനറിയിലോട്ട് നമ്മൾ ഓരോ ഡിജിറ്റും 4 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. സോ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന C എന്ന് പറയുന്നത് 1100 എന്ന് വരും. 1 എന്ന് പറഞ്ഞാൽ 0001 ആൻഡ് ഫോർ D 1101. ദെൻ നമുക്കിവിടെ ഒരു 4 സീറോസ് ഉണ്ട്. ഈ ഓരോ സീറോയും നമ്മൾ 4 ബിറ്റ്സ് 4 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ടോട്ടലി 16 സീറോസ് ഇവിടെ വരും. 1 2 3 4 2 3 4 1 2 3 4. സോ ഇതായിരിക്കും C1D0000 എന്ന ഹെക്സഗണൽ നൊട്ടേഷൻ്റെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി ഒരു ജനറൽ സിൻടാക്സ് ഓഫ് സിംഗിൾ പ്രിസിഷൻ IEEE ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഫസ്റ്റ് ഒരു സൈൻ ബിറ്റ് കാണും. 1 ബിറ്റ് സൈൻ ബിറ്റിന് 1 ബിറ്റ് ആയിരിക്കും. ആദ്യം വരുന്നത് ഒരു സൈൻ ബിറ്റ് ആണ്, അതിന് 1 ബിറ്റ്. ദെൻ ഫോളോഡ് ബൈ നമുക്കൊരു എക്സ്പൊണൻ്റ് കിട്ടും. ബയാസ്ഡ് എക്സ്പൊണൻ്റ് ആയിരിക്കും പിന്നെ വരുന്ന ഒരു 8 ബിറ്റ് എന്ന് വെച്ചാൽ ബയാസ്ഡ് എക്സ്പൊണൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് പിന്നെ വരുന്ന 8 ബിറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ റിമൈനിങ് 23 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ മാൻഡിസയാണ്, മാൻഡിസ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്. സോ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് 110001 and 1101. ദെൻ ഒരു 16 സീറോസ് പിന്നെ അവിടെ നിന്നിങ്ങോട്ട് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫസ്റ്റ് ബിറ്റ് 1. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഈ നമ്പർ എന്ന് വെച്ചാൽ സൈൻ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത്. ഈ നമ്പറിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓപ്ഷൻ എ നമുക്കിവിടെ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റിമൈനിങ് 3 ഓപ്ഷൻസ് ആണുള്ളത്. സോ ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 1 ആയതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് നമ്പറാണ് നമുക്ക് മനസ്സിലായി. ദെൻ ഇനി റിമൈനിങ് 8 ബിറ്റ്സ് 1 2 3 4 ഇത്രയും ബയാസ്ഡ് എക്സ്പൊണൻ്റ് എടുക്കാൻ പോകുന്നത്. ബയാസ്ഡ് എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ 10000011. ഓക്കെ, 8 ബിറ്റ്സ് ഇതിൽ നിന്നാണ് ബയാസ്ഡ് എക്സ്പൊണൻസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇത് 2⁻0, ഇത് 2⁻1, 2 3 4 5 6 7, 2⁻7. ദെൻ ഇതിൽ 2⁻7 എന്ന് പറയുമ്പോഴത്തേക്ക് 128 വരും. ദെൻ 2⁻1, ദെൻ 2⁻0. ടോട്ടലി നമുക്ക് 131 എന്ന് കിട്ടും നമ്മുടെ ബയാസ്ഡ് എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ബയാസ്ഡ് എക്സ്പൊണൻ്റിൽ നിന്നും ഇനി ആക്ച്വൽ എക്സ്പൊണൻ്റ് കണ്ടുപിടിക്കണം. ആക്ച്വൽ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയാസ്ഡ് എക്സ്പൊണൻ്റ് നിന്ന് ബയാസ്ഡ് വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ എക്സ്പൊണൻ്റ് കിട്ടുന്നത്. ഒരു സിംഗിൾ പ്രിസിഷൻ IEEE ഫോർമാറ്റിൻ്റെ ബയാസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 127 ആയിരിക്കും. 127. സോ നമുക്ക് കിട്ടിയ ബയാസ്ഡ് എക്സ്പൊണൻ്റ് എന്ന് വെച്ചാൽ 131 ആയിരുന്നു, ബയാസ്ഡ് വാല്യൂ 127. സോ അപ്പോൾ ആക്ച്വൽ എക്സ്പൊണൻ്റ് എത്ര വരും? 4 വരും. 131 - 127 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 വരും. സോ
ഫസ്റ്റ് ബിറ്റിൽ നിന്ന് നമുക്ക് ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെന്ന് കിട്ടി. 8 ബിറ്റ്സിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് മാൻഡിസയാണ്. മാൻഡിസ പോർഷൻ അത് വരുന്നതെന്ന് പറഞ്ഞാൽ 101 ഫോളോഡ് ബൈ ഒരു 16 zeros. 101 പിന്നെ ഒരു 16 zeros. ഇത്രയാണ് ഇനി റിമൈനിങ് ആയിട്ട് വരുന്ന 23 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇതിൽ നമ്മളൊരു ഡിഫോൾട്ടായിട്ട് ഒരു 1 കൂടി ആഡ് ചെയ്യും. 1.1010000 എന്നായിരിക്കും നമ്മളിത് എടുക്കുന്നത്. അതായത് ആക്ച്വലി നമ്മൾ ഇംപ്ലിസിറ്റ് നോർമലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിജിറ്റലിൽ നിന്നും ഫ്ലോട്ടിംഗ് പോയിന്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1 നമ്മൾ ഒമിറ്റ് ചെയ്ത് കളയും. അത് തിരിച്ച് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റിൽ നിന്നും ഡെസിമൽ വാല്യൂട്ട് പോകുമ്പോഴത്തേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 85.125 എന്നൊരു നമ്പർ നമ്മളൊരു ഡെസിമൽ വാല്യൂ നമ്മൾ എടുക്കുകയാണ്. സോ ഇതിൽ 85 എന്ന് പറയുമ്പോൾ 1001.125 എന്ന് പറഞ്ഞാൽ 001. ഇതാണ് ഡെസിമൽ വാല്യൂ ആയിട്ട് നമുക്ക് ബൈനറി വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത്. ദെൻ ഇതിനെ നമ്മൾ നോർമലൈസ്ഡ് ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് അതൊരു 1 പോയിന്റ് സംതിങ് എന്നൊരു ഫോമിലാണ് നോർമലൈസ് ചെയ്യുമ്പോൾ എഴുതുന്നത്. സോ ഇതിനെ നമ്മൾ 1 പോയിന്റ് സംതിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ വരും. അപ്പോഴത്തേക്ക് 01010001 ഇങ്ങനെ വരും. ഇത് എത്ര പോയിന്റ് ഇപ്പോൾ മാറി? 1 2 3 4 5 6 പോയിന്റ് മാറിയിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇൻറ്റു 2⁶ എന്ന് കൊടുക്കും. സോ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഒരു ഡെസിമൽ വാല്യൂയിൽ നിന്ന് ഫ്ലോട്ടിങ്ങിലോട്ട് വരുന്ന കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ ഡെസിമൽ വാല്യൂവിന് ശേഷം വരുന്ന ഇത്രയും പോർഷനാണ് നമ്മൾ മാൻഡിസ ആയിട്ട് എഴുതുന്നത്. സോ നമ്മൾ തിരിച്ച് ഇതുപോലത്തെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റിൽ നിന്ന് ഡെസിമൽ വാല്യൂട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നോർമലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒമിറ്റ് ചെയ്ത് കളഞ്ഞ 1 തിരിച്ച് നമ്മൾ അവിടെ ഒരു ഡിഫോൾട്ട് 1 ആഡ് ചെയ്യണം. സോ നമ്മുടെ കേസിൽ അപ്പോൾ അതെങ്ങനെ വരും? 1.101 ദെൻ ഫോളോഡ് ബൈ 16 zeros ആണ് വരുന്നത്. സോ ഇൻറ്റു 2⁴. ഇത് നമ്മൾ കണ്ടുപിടിച്ച ആക്ച്വൽ എക്സ്പൊണൻ്റ് ആണ് ഈ 2⁴ എന്ന് പറഞ്ഞാൽ. ദെൻ നമുക്കറിയാം ഇതൊരു നെഗറ്റീവ് നമ്പറുമാണ്. സോ ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ. ഇനി ഇതിൽ ഈ 2⁴ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എത്ര പൊസിഷൻ മാറും? 1 2 3 4 മാറി ഡെസിമൽ വാല്യൂ ഇങ്ങോട്ടായിട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് 1101.000 എന്ന് വരും. ഡെസിമൽ ശേഷം വരുന്ന സീറോസിനൊന്നും വാല്യൂ ഇല്ല എന്നറിയാം. സോ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 2⁴ 2 3 2⁴. സോ 2⁴ എന്ന് പറയുമ്പോഴത്തേക്ക് അത് 16 പ്ലസ് 8 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 26. സൈൻ എന്ന് വെച്ചാൽ -26 ആയിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഫസ്റ്റ് C1D 0000 എന്നൊരു ഹെക്സഗൺ നൊട്ടേഷൻ തന്നിരുന്നു. ഇതിനെ നമ്മൾ ബൈനറിയിലോട്ട് ഫസ്റ്റ് കൺവേർട്ട് ചെയ്തു. ബൈനറിയിലോട്ട് മാറ്റിയിട്ട് അത് നമ്മൾ ഒരു സിൻടാക്സ് IEEE സിംഗിൾ പൊസിഷൻ IEEEയുടെ ജനറൽ സിൻടാക്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് നമ്പറാണെന്ന് കണ്ടുപിടിച്ചു. ദെൻ റിമൈനിങ് പിന്നെ വരുന്ന 8 ബിറ്റ്സ് വെച്ചിട്ട് നമ്മൾ ആക്ച്വൽ എക്സ്പൊണൻ്റ് കണ്ടുപിടിച്ചു. ദെൻ വരുന്ന റിമൈനിങ് 23 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് അതിൽ മാൻഡിസയുടെ കൂടെ ഒരു 1 ഡിഫോൾട്ട് 1 നോർമലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒമിറ്റ് ചെയ്ത് കളഞ്ഞ 1 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മാൻഡിസ കണ്ടുപിടിച്ചു, ഫ്ലോട്ടിംഗ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ -26.